അപ്പോൾ ഞാൻ കറുകച്ചാലിലെ റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സിൻ്റെ ഷോറൂമിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വളരെ കാലങ്ങളെ ബിസിനസ് മേഖലയിലുള്ള നമ്മൾക്ക് എല്ലാവർക്കും ജേക്കബ്സ് കറിയ അല്ലെങ്കിൽ ജോസേട്ടൻ എന്ന് പേര് പറഞ്ഞാണ് കൂടുതൽ അറിയാവുന്നതെങ്കിലും അദ്ദേഹം തുടങ്ങിയൊരു പുതിയൊരു സംരംഭമാണ് ഈ റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സ്. അപ്പോൾ ഗ്രീൻ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഈക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളാണ് അദ്ദേഹം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന ഈ ഒരു ഇന്ധന വില അല്ലെങ്കിൽ വായു മലിനീകരണം ഇതെല്ലാം ഒന്ന് കണക്കിലെടുത്ത് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒരു ഗ്രീനിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് നമ്മൾക്ക് എല്ലാവർക്കും എക്കണോമിക്കലിയും അതോടൊപ്പം തന്നെ എല്ലാം കൊണ്ടും വളരെയധികം യൂസ്ഫുൾ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയൊരു സംരംഭവും ഈ ഒരു പുതിയൊരു തുടക്കത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. നമ്മൾക്കിവിടെ 2 വീലേഴ്സും 3 വീലേഴ്സും ഇലക്ട്രിക് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സംരംഭത്തിന് കൈകോർക്കുക. നമ്മളുടെ പരിസ്ഥിതിക്ക് വളരെ ഇണങ്ങിയ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു തോട്ട് തന്നെയാണ് ഈ ഒരു ഗ്രീൻ മോട്ടോഴ്സ്. അപ്പോൾ റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. നമ്മളുടെ മലിനീകരണങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസും മറ്റെല്ലാ ക്രൈസിസും ഇലക്ട്രിക് വാഹനങ്ങളാണ് ഏറെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഗ്രീൻ മോട്ടോഴ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വേദിയിൽ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന് എത്തിയിരിക്കുന്നത് മറ്റാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇരുവരും നമ്മോടൊപ്പം ചേരാൻ സാറിനോടൊപ്പം ഈ ഒരു ഗ്രീൻ മോട്ടോഴ്സിന്റെ ഉദ്ഘാടനത്തിനായിട്ട് സാന്നിധ്യം നൽകിയിരിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്ര
നമ്മൾക്ക് മനസ്സിൽ ദൈവത്തെ ധ്യാനിച്ച് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാം. എല്ലാവിധ ആശംസകളും നൽകാം. സന്തോഷമായി ഐശ്വര്യമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സ്വീകരിച്ചെത്തിയ എല്ലാ അതിഥികളെയും നമ്മൾക്ക് റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സിന്റെ ഒരു ഷോറൂമിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഇതാ താക്കോൽദാനം നടക്കുകയാണ്. റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സിന്റെ ആദ്യ പർച്ചേസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ആദ്യ പർച്ചേസിന് താക്കോൽദാനം നൽകുന്നതിനായി നമ്മളെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയരാജ് സാറിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായ സിന്ധു, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, ഇവർ 3 പേരുടെ സഹായത്തിലാണ് നമ്മൾ ഈ താക്കോൽദാനം നടത്തുന്നത്. എല്ലാവിധ ആശംസകളും നൽകുന്നു. ഈ CM തോമസ് ഇദ്ദേഹത്തിനാണ് നമ്മൾ ആദ്യത്തെ ഇവിടുത്തെ പർച്ചേസ് അല്ലെങ്കിൽ താക്കോൽദാനം നൽകുന്നത്. റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സിന്റെ ആദ്യത്തെ താക്കോൽദാനം ഉദ്ഘാടന ദിവസം നൽകുന്നത് CM തോമസിനാണ്. നന്ദി. ഇനി മുന്നോട്ട് ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് പേര് നമ്മളുടെ റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സിന്റെ ഉപഭോക്താവ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്ഥാപനത്തിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായ എൻ്റെ ഓണർഷിപ്പ് വളരെ നല്ല നിലയിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ജോസിയേട്ടൻ. അദ്ദേഹത്തിന് പല പ്രദേശങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഒരുപാട് വ്യവസായിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയിലൊക്കെ സജീവമായ സാന്നിധ്യമാണ്. മല്ലപ്പള്ളി സ്വദേശിയായ അദ്ദേഹം കരകറ്റാൽ നിന്ന് തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം വേറെ പ്രിയപ്പെട്ട മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അവരുമുണ്ട്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അനൂപ് ആന്റണി, ഒട്ടനവധി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. ജോസിയേട്ടൻ, അദ്ദേഹത്തിൻ്റെ മറ്റ് സുഹൃത്തുക്കൾ, പ്രമാണങ്ങൾ, മറ്റ് നമ്മുടെ വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് രാജ്യത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ. ഞാൻ സമയക്കുറവുള്ള എല്ലാവരുടെയും പേരുകൾ ആവർത്തിക്കുന്നില്ല. ഏറെ പ്രിയപ്പെട്ടവർ കരകറ്റാലിൻ്റെ വ്യാപാര സമൂഹത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ ഒരു സായാഹ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. റൊട്ടാന എന്ന പേരിൽ ഇന്നിവിടെ ആരംഭിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനം
നമുക്കറിയാം കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ മലിനീകരണ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും പരമാവധി നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫ്യൂവലുമായി ബന്ധപ്പെട്ട കൺസംഷനുള്ള പ്രോഡക്റ്റുകൾക്ക് അപ്പുറത്തേക്ക് അതിന് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ മേഖലയിലേക്ക് കടന്നു വരികയാണ്. അന്തരീക്ഷ മലിനീകരണത്തിനുള്ള വലിയ പ്രതിരോധത്തിൻ്റെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ റൊട്ടാനയുടെ ഈ ഒരു ഗ്രീൻ മോട്ടോഴ്സ് എന്ന ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുക എന്ന് പറയുന്ന പോലെ വളരെ കൃത്യമായൊരു കാൽവെപ്പാണ് ഇതിനകത്തുള്ളത്. തീർച്ചയായിട്ടും അനുഭവ സമ്പത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തെയും വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സ് തികച്ചാലും നമ്മുടെ ഈ സമീപ പ്രദേശത്തിലൊക്കെ തന്നെ ഈ മേഖലയിൽ അഭിമാനകരമായ സ്ഥാപനമായി മാറട്ടെ എന്നുള്ള ഹൃദയപൂർവ്വമായ ആശംസയോടെ പ്രാർത്ഥനയോടെ അവിടെ ആദ്യത്തെ താക്കോൽ നിർവഹിച്ചത് ഉൾപ്പെട്ട പ്രോത്സാഹനമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പ്രിയതോടുക്കാൻ എല്ലാവരും ഹൃദയപൂർവ്വമായ ആശംസകളുണ്ട്. റൊട്ടാനയ്ക്ക് ഒരുപാട് മുമ്പോട്ടുള്ള മറവുകൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കഴിയാവാത്ത അവസാനിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം സന്തോഷത്തോട് നിർവഹിച്ചതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ട സിന്ധുമേളം, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ വല്ലപ്പള്ളിക്കാരുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അഭിമാനമായിട്ടുള്ള ഈ സ്ഥാപനത്തിന് ഇന്ന് തെരച്ചാല ഈ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ ആദ്യ ഏറ്റുവാങ്ങിയ തോമസ് അച്ചായൻ, നേരത്തെ ജയരാജ് പറഞ്ഞതുപോലെ നമുക്ക് ഏവർക്കും സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ കാരണഭൂതനായത് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സന്തോഷമുണ്ട്. അദ്ദേഹം മുൻകൈയെടുത്തു. പക്ഷെ ഇതിൽ വിഷമമുള്ളത് വല്ലപ്പള്ളിക്കാർക്കായിരുന്നു ഇത് കറിയച്ചാർക്ക് മുമ്പ് കിട്ടേണ്ടി ഇരിക്കുന്നത് എന്നുകൂടി എനിക്കൊരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മണ്ഡലത്തിലും ഇതിന്റെ അടുത്ത ബ്രാഞ്ച് ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധികം നമുക്ക് ജീവിച്ചോളാം. അപ്പോൾ തീർച്ചയായിട്ടും കറിയച്ചാർക്ക് ഈ ഒരു സ്ഥാപനം നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റായി മാറട്ടെ. കാരണം നേരത്തെ ഇവിടെ ജയരാജ് സാർ പറഞ്ഞതുപോലെ വരുന്ന കാലത്തിന്റെ ടെക്നോളജിയിലും ചേർത്ത് പിടിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഒരു പോളിസി നിന്ന് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ നമുക്കറിയാം കാലങ്ങളായിട്ടുള്ള ഒരു ഫ്യൂവൽ ടെക്നോളജിയിൽ മാത്രം അധിഷ്ഠിതമായി മുമ്പോട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. നമുക്കറിയാം ഇന്ന് ഗ്ലോബൽ ക്രൈസിസ് ഒക്കെ നമ്മൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പുതിയ എനർജി ഫോം അത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലേക്ക് പോകാൻ സാധിച്ചതിൽ ഈ കരകച്ചാലുകാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഈ സ്ഥാപനം വലിയ രീതിയിൽ വളർന്ന് വലിയ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും എന്റെ നന്ദിയും പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത ജയരാജ് സാർ, എന്നോടൊപ്പം ഈ വേദിയിൽ പങ്കിടുന്ന ബഹുമാനായ BJP സംസ്ഥാന സെക്രട്ടറി ശ്രീ അനു ആന്റണി അവர்கள், പ്രിയങ്കരനായ ജോസ് ചായൻ, താക്കോൽദാനം നിർവഹിച്ച് അത് ഏറ്റുവാങ്ങിയ സെക്രട്ടറിയുടെ ഓർമ്മിതയെ CM തോമസ് അച്ചായൻ, അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് അവർ, സദസ്സിലുള്ള ബഹുമാന്യരായ മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹമാണ്. ആദ്യമേ തന്നെ ഇത്തരം ഒരു മഹത് കർമ്മത്തിന് സായാഹ്ന സമയത്ത് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന സന്തോഷവും എന്നെ ഇതിലേക്ക് ഇതിൻ്റെ ഭാഗമായി തീരുവാൻ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷയോടുകൂടി പ്രിയപ്പെട്ട ജോസ് ചായൻ ഈ സംരംഭത്തിനെ വളർത്തി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉയർച്ച വളരെ പെട്ടെന്നായിക്കൊള്ളട്ടെ. ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഇനിയും തുടങ്ങുവാൻ ഇടയാകട്ടെ. മല്ലപ്പള്ളിക്കാരിയായ എനിക്ക്, മല്ലപ്പള്ളിക്കാരനായ ജോസ് ചായൻ, കരകച്ചായൻ ഇങ്ങനൊരു സ്ഥാപനം തുടക്കമിട്ടതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ജഗദീശ്വരൻ ജോസ് ചായനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ
ഓക്കെ, ഈ ഒരു അവസരത്തിൽ കോട്ടയം സുഭാഷിനെ ഗാനം ആലപിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മൾ നേരത്തെ പാട്ടിന്റെ ഇടയിൽ വെച്ചാണ് ഔപചാരികമായി ഇടപെട്ടത്, അതിന് ക്ഷമിക്കണം. നമുക്ക് വീണ്ടും നമ്മുടെ പാട്ടുകളെല്ലാം ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ സാന്നിധ്യം ഇനി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ റൊട്ടാന ഗ്രീൻ മോട്ടോഴ്സ് ഈ ഒരു പുതിയൊരു ഷോറൂമിന് എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശീർവാദവും അനുഗ്രഹവും ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. You
ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ പൂവൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഈയൊരു ജന്മം കൂടി Amen.
മഹത്വത്തിനേക്കുള്ളതാവും. പ്രിയനായ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയനെ നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തോടും ഇതിന്റെ ഉടമസ്ഥരായിരിക്കുന്ന ജോസ്റ്റാനോടും സഞ്ജുവിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരോടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളോടും ഇവരുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളോടും അവരുടെ പ്രയത്നങ്ങളോടും ആഗ്രഹങ്ങളോടും നമ്മുടെ എല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ, അപ്പൊ എല്ലാ ആശംസകളും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സ്ഥാപനമൊക്കെ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് കവിച്ചാറിന്റെ ഈ പ്രദേശത്ത് ഇപ്രകാരം ഒരു സ്ഥാപനം ആരംഭിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഇടവകാരണം കൂടിയായിരിക്കുന്ന പ്രിയ മെനിക്കുല ജോസ്റ്റാനും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള സഞ്ജുവും ചേർന്ന് ഈ സ്ഥാപനം നടത്തുവാൻ അവരാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. എത്രത്തോളം അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ ഇടയായി. ഇന്ന് മുതൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ സർവശക്തനായ ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിന് മേലും ഇതിന്റെ ഉടമസ്ഥരുടെ മേലും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരുടെ മേലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവകയുടെയും ഇടവകയിലെ വിശ്വാസികളുടെയും പേരിലുള്ള പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് നേരുന്നു. നമ്മുടെ വഴിയാത്രകളിൽ ദൈവം കൂടെയുണ്ട്. നമ്മുടെ ദൈവം നമുക്ക് ആവശ്യമുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി തരും എന്നുള്ള വലിയ പ്രത്യാശയിലും പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും നേരുന്നു. ഈ ചടങ്ങിൽ അല്പം വൈകിയാണെങ്കിലും പങ്കെടുപ്പാനിടയായതിൽ ഞാൻ ബ്ലസ്സനച്ഛനുണ്ട്. നിങ്ങളുടെ അച്ഛന്മാരാണ് സെന്റ് ആൻഡ്രൂസ് പള്ളി വികാരിമാരായ ശുശ്രൂഷ നിർവഹിക്കുന്നത്. വൈകുന്നേരം നോമ്പ് സമയമായതിനകത്ത് പ്രാർത്ഥനയും മറ്റ് ശുശ്രൂഷകളും ഉള്ളതുകൊണ്ടാണ് വരാൻ വൈകിയത്. എങ്കിലും എല്ലാ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കണം. താങ്ക് യു.